നമ്മുടെ നാടുകളിൽ ചുഴലി, ചന്നി, പോട്ട്, വലിപ്പ് എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്ന കുട്ടികൾക്ക് വരുന്ന അപസ്മാരത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് വിപിൻ ബാബു, കൺസൾട്ടന്റ് മെഡിക്കൽ ഓഫീസർ, ശ്രീ ആഞ്ജനേയ ക്ലിനിക്, പുത്തൂർ. കുട്ടികൾക്ക് വരുന്ന അപസ്മാരം ആ രംഗം കാണുമ്പോൾ തന്നെ മാതാപിതാക്കൾ ഒന്ന് പേടിക്കും. പലരും പേടി കൊണ്ട് ഇതിനെ തെറ്റായ രീതിയിൽ സമീപിക്കാറുമുണ്ട്. ശരിയായ രീതിയിൽ ഈ ഒരു കണ്ടീഷനെ എങ്ങനെ സമീപിക്കാം എന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പനിയോടനുബന്ധിച്ച് അപസ്മാരം വരുന്നത് സാധാരണമായി കാണുന്ന ഒരു കണ്ടീഷനാണ്. തലച്ചോറിന് പ്രത്യേകിച്ച് തകരാറുകളൊന്നും ഉണ്ടാക്കാത്ത ഒരു അവസ്ഥയാണ്. എന്നാൽ അതിനെ മാതാപിതാക്കൾ എങ്ങനെ സമീപിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതാണ് പ്രധാനം. നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അപസ്മാരം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചുഴലി വരുന്ന സമയത്ത് ചെയ്യേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പാനിക് ആവാതിരിക്കാൻ ശ്രമിക്കുക. കുട്ടിയെ നിരപ്പായ ഒരിടത്ത് ഇടതുവശം ചരിച്ച് കിടത്തുക. ഇതിനെ റിക്കവറി പൊസിഷൻ എന്ന് പറയും. ശ്വാസകോശത്തിലേക്ക് ഉമിനീരോ പതയോ കയറാതിരിക്കാൻ ഈ ഒരു പൊസിഷൻ സഹായിക്കും. മറ്റൊരു കാര്യം, സമയം ശ്രദ്ധിക്കുക. അതായത് അപസ്മാരം എത്ര സമയം നീണ്ടു നിന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപകടകരമല്ലാത്ത അപസ്മാരം 5 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതല്ല. കുട്ടി ഇറുകിയ വസ്ത്രങ്ങളോ മറ്റോ ആണ് ധരിച്ചിട്ടുള്ളതെങ്കിൽ, പ്രത്യേകിച്ച് കഴുത്തിന് ചുറ്റുമുള്ള വസ്ത്രം ഇറുകിയതാണെങ്കിൽ അത് അയച്ചു കൊടുക്കും. ഇനി ചെയ്യരുതാത്ത കാര്യങ്ങൾ നോക്കിയാൽ നമ്മുടെ നാട്ടിൻപുറത്ത് കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ളൊരു രീതിയാണ് അപസ്മാരം വരുന്ന സമയത്ത് കയ്യിൽ താക്കോലോ ഇരുമ്പോ കൊടുക്കുന്നത്. ഇതിന് ശാസ്ത്രീയപരമായി യാതൊരു അടിസ്ഥാനവുമില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കുട്ടികൾക്ക് വരുന്ന കൂടുതൽ അപസ്മാരവും അപകടകരമല്ലാത്തതാണ്. അത് 2-3 മിനിറ്റിൽ തനിയെ നിൽക്കുന്നതുമാണ്. അപസ്മാരം നിൽക്കാനായി കുട്ടിയുടെ വായിൽ സ്പൂണോ വെള്ളമോ ബലമായി കൊടുക്കാതിരിക്കുക. കുട്ടിയെ ബലമായി പിടിച്ചു വെക്കാൻ ശ്രമിക്കരുത്. സാധാരണയായി 2-3 മിനിറ്റിനുള്ളിൽ അപസ്മാരം നിൽക്കുന്നതാണ്, തനിയെ നിൽക്കുന്നതാണ്. എന്നാൽ 5 മിനിറ്റിൽ കൂടുതൽ ഇത് നിൽക്കുകയാണെങ്കിലോ, ഒരു വട്ടം നിന്ന് കഴിഞ്ഞ് പിന്നീട് വീണ്ടും അപസ്മാരം വരികയാണെങ്കിലോ, കുട്ടിക്ക് ശ്വാസതടസ്സം പോലെ ഫീൽ ചെയ്യുകയാണെങ്കിലോ നമ്മൾ ഉടനെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. മിക്കവാറും കേസുകളിലും ഇത് പനിയുടെ കൂടെ വരുന്ന അപകടകരമല്ലാത്ത അപസ്മാരമാവാനാണ് സാധ്യത. എങ്കിലും കൃത്യമായ ചികിത്സയും ഡോക്ടറുടെ നിർദ്ദേശവും തേടുക. കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് കണ്ടന്റ്സിനായി പേജ് ഫോളോ ചെയ്യുക.